ഹായ് ഗായ്സ്, ഇത് ക്വീൻസ്ലാൻഡിലെ ഫ്രെഡ് പ്രമാണിച്ച് നമുക്ക് ബാക്ക് പാക്കിൽ എന്തെല്ലാം എമർജൻസി ആയിട്ട് പാക്ക് ചെയ്യാന്നുള്ള പറയാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പാക്ക് ചെയ്യാൻ നോക്കാം. ഫുഡൊക്കെ ആണ് മെയിൻലി, സ്നാക്സ്, വെള്ളം, അതൊക്കെയാണ്. അപ്പം സ്നാക്സ് എന്ന് പറയുമ്പോഴേക്കും ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇച്ചിരി നല്ലതാണ് കേട്ടോ. പിന്നെ അതിനോടൊപ്പം നമ്മുടെ മൊബൈലിനൊപ്പം തന്നെ പവർ ബാങ്ക്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്, ID, പാസ്പോർട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലൊരു സീലായിട്ടുള്ള ഒരു കവറിൽ പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കുടിവെള്ളമൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് വെള്ളത്തിനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഹാൻഡ് ക്യാഷ് എടുത്തതുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെപ്പോഴും എല്ലാവരും ഫോണിൽ ഉപയോഗിച്ച് പേ ചെയ്യുന്നത്. അപ്പം പവറൊക്കെ റണ്ണൗട്ട് ആയി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ലൈറ്റ്, ക്യാൻഡിൽ, ടോർച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പ്രിക്കോഷൻ വീട്ടിനടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമ്പളീൻ, അതുപോലെ നമ്മൾ തുണി വിരിച്ചത്, റാക്കുകൾ, ഇതൊക്കെ പുറത്തിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് റൂമിനകത്തോ സൈഡിലോ എവിടെയെങ്കിലും ഒതുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ പറന്നുപോയി നാശനഷ്ടങ്ങൾ പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എമർജൻസി കിറ്റിനകത്ത് വേണ്ടത് എമർജൻസി മെഡിക്കേഷനിലേക്ക് പെനഡോൾ, ഹെഡേക്കിനുള്ള ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള മെഡിക്കേഷൻ, അത്തരം സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കേണ്ടത്. അല്ലാതെ വലിയ ബാഗൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ബി സേഫ് ആയിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ചെറിയൊരു ബാക്ക് പാക്കിൽ എപ്പോഴും പാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് വെച്ച് ബി സേഫ് ക്വീൻസ്ലാൻഡ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഡിസാസ്റ്റർ, ഫ്ലഡ്, ഫയർ, ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം രീതിയിൽ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴുള്ള ഇവാക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിക്കോഷനായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലൊരു ബാഗ് പ്രിപ്പയർ ആയിട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ ആ ബാഗ് എന്ന് പറഞ്ഞാൽ വലിയ പെട്ടിയൊന്നുമല്ല, നമ്മൾക്കൊരു ഷോൾഡർ ബാഗ്. ആ ബാഗിൽ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഫുഡ്, മെയിൻലി ചെറിയ ചെറിയ സ്നാക്സുകൾ, നട്ട്സ്, വെള്ളം, അതുപോലെയുള്ള എമർജൻസി മെഡിസിൻ, പവർ ബാങ്കുകൾ, ചാർജർ, പിന്നെ ഫോൺ ഡൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി കോൺടാക്റ്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നൊരു ചെറിയൊരു ബുക്കിലോ ഒരു പേപ്പറിലോ എമർജൻസി നമ്പേഴ്സുകൾ, എമർജൻസി ആയിട്ട് നമ്മുടെ ഫാമിലി, നെക്സ്റ്റ് ഓഫ് കിന്നിനെയൊക്കെ വിളിക്കാനുള്ള നമ്പറുകൾ, ഇതൊക്കെ സേവ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ ഉപകാരപ്പെടും. പിന്നെ നമുക്ക് നമ്മുടെ പേഴ്സണൽ നീഡ്സിലെ ടോയ്ലറ്ററീസൊക്കെ, അതായത് പല്ല് തേക്കുന്ന ബ്രഷ്, സാനിറ്ററി നാപ്കിൻസ്, അങ്ങനത്തെ പിള്ളേരുള്ളവരാണെങ്കിൽ പാമ്പറുകൾ, അങ്ങനത്തെ ഉള്ള എമർജൻസി പിള്ളേരുടെ മെഡിസിന്, ചെറിയ പെനഡോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇതെല്ലാം സേഫായിട്ടൊരു എൻവലപ്പിൽ നല്ലൊരു കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് ബാഗിനകത്ത് വെക്കണം. പിന്നീട് സംഭവം എന്ന് പറഞ്ഞാൽ റേഡിയോയാണ്. അപ്പം റേഡിയോ ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. എങ്കിലും ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ വരുമ്പോഴേക്കും ഈ റേഡിയോയിൽ കൂടെയാണ് അവർ സത്യം പറഞ്ഞാൽ അലേർട്ടുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഒരു റേഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കില്ലെങ്കിൽ അത് യൂസ് ചെയ്ത് ഇല്ലെങ്കിൽ നമുക്കത് എന്താ പറഞ്ഞാൽ പോയി വേഗം പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഫോണിലാണെങ്കിലും റേഡിയോയുടെ ആപ്പുകളുണ്ടാകും. അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ അലേർട്ടുകൾ നമുക്ക് ഡയറക്റ്റ് ലൈവായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അലേർട്ട് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഫയർ വന്നപ്പോൾ ഞങ്ങളോട് ഇവിടെ ACTയിൽ, അതായത് ക്യാൻബറയിൽ ഫയർ വന്നായിരുന്നു ഒരു 2019. ഫയർ വന്നപ്പോഴേക്കും അവർ നമ്മളോട് പറഞ്ഞ എമർജൻസി ഫയർ ഇവാക്വേഷൻ കിറ്റ് എന്ന് പറയുന്നത്, കിറ്റിനകത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി എന്തൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത് പ്രത്യേകം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിക്ചറുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പാനിക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ അവർ പറയുന്ന അലേർട്ട് അനുസരിച്ച് ഉള്ള വീഡിയോകളിലാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇവാക്വേഷൻ ആണെങ്കിൽ ഇവിടെ എല്ലാവരും പ്രിപ്പയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഡോറിൽ വന്ന് നോക്കി ചെയ്തിട്ട് നമ്മുടെ അടുത്ത് അലേർട്ട് ചെയ്ത് ഓക്കെ നമുക്ക് ഇവാക്വേറ്റ് സമയമായി, നമ്മൾ മാറണമെന്ന് പറയുവാണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് അവരുടെ കൂട്ടത്തിൽ പോവുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവിടെ എപ്പോഴും മുൻകരുതലുകൾ അവർ നല്ല അലേർട്ടായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഫോളോ ചെയ്യണം. പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബ്രിസ്ബനിലെ സൈക്ലോൺ കാറ്റ് പിടിക്കുന്ന സാധനങ്ങൾ, അതായത് പുറത്ത് ലൂസായിട്ട് കിടക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ട്രാമ്പലീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ സേഫായിട്ട് അകത്ത് വയ്ക്കുക. അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഇടിച്ച് ഗ്ലാസ്, മിക്കവാറും എല്ലാ വീടുകൾക്കും നല്ല വിൻഡോസൊക്കെ നല്ല ഗ്ലാസ് ആണല്ലോ ഇവിടെ. അപ്പോൾ അതൊക്കെ വന്ന് ഡാമേജ് ചെയ്യാനുള്ള കാര്യമുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ ഇവിടെ ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് ബാഗ്, വണ്ടിയൊക്കെ ഒളിച്ചു പോകാതിരിക്കുന്ന ഒത്തിരി സാൻഡ് ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ അതിൻ്റെ ഒരു സേഫ്റ്റി ആയിട്ട് സാൻഡ് ബാഗ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒളിച്ചു പോകാതെ വണ്ടി അവിടെ തന്നെ നിൽക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ പിന്നെ എമർജൻസി കിറ്റിനകത്ത് മെഡിസിൻ എപ്പോഴും, പിള്ളേർ മാത്രമല്ല അഡൾട്ട്സിൻ്റെ മെഡിസിനും എപ്പോഴും വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ
നമ്മുടെ എന്താ പറഞ്ഞത്, എപ്പോഴും വേണമെങ്കിലും റെഡി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി ആയിട്ടിരിക്കുക. പിള്ളേരുമായിട്ട് ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ എടുത്താൽ മതി. കാരണം അതിൽ ഒത്തിരി ഡ്രസ്സുകളൊന്നും എടുത്ത് നമ്മൾ വലിയ പാക്കാക്കുന്നതിലും നല്ല നമ്മൾ തന്നെയാണ് അത് ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ അതിന് മെയിൻലി വെള്ളമാണ് നമ്മളെപ്പോഴും കരുതേണ്ടത് ഏറ്റവും കൂടുതൽ. അപ്പം ഇതെല്ലാം കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ബി സേഫ് ആയിട്ടിരിക്കും. ഇനിയൊരു കലാമിറ്റീസ്, ഫയർ ആയിക്കോട്ടെ, സൈക്ലോൺ ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, എന്തുണ്ടായാലും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. അപ്പം ബി സേഫ്, സേഫ്റ്റി ഈസ് ഫസ്റ്റ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, വീണ്ടും കാണുന്നവരെ ബൈ.